ഷമ്മാസ്, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇതിൽ പ്രതിയുടെ രാഷ്ട്രീയം തിരയുന്നത്? ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഈ പറയുന്ന രാഹുൽ രാജ് എന്ന് പറയുന്ന ഒരുത്തൻ ആ സംഘടനയുടെ സംസ്ഥാന നേതാവാണ്, ശരിയാണ്. സംസ്ഥാന നേതാവാണെന്ന് പറയുമ്പോഴും ഇത്രത്തോളം കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരതയ്ക്ക് ഒരു സംഘടന ഏതെങ്കിലും നില കരു നിൽക്കുമോ? ഇപ്പോൾ നേരത്തെ ആ സംഘടനയുടെ കോർഡിനേറ്റർ ചോദിച്ചതുപോലെ ഇയാളെ സംസ്ഥാന നേതൃത്വത്തിലേക്ക് എടുത്തു വെക്കുന്നത് ഞങ്ങൾ ഇത്രയൊക്കെ ആണെന്ന് അറിവുണ്ടെങ്കിൽ ഞങ്ങൾ എടുത്തു വെക്കുമോ എന്ന ചോദ്യത്തിൽ ഒരു ലോജിക്കില്ലേ ശ്രീ ഷമ്മാസ്? ഹാഷ്മി, ഇവിടെ ഈ വിഷയം പുറത്തു വന്ന ഘട്ടത്തിൽ തന്നെ ഇതിനെ ന്യായീകരിക്കാനുള്ള ക്യാപ്സ്യൂളുകളും SFIയുടെ ഭാഗത്തുനിന്ന് ഈ പറയപ്പെട്ട സംഘടനയുടെ നേതാവിൻ്റെ ഭാഗത്തു നിന്നൊക്കെ രൂപപ്പെടുത്തിയിട്ടുണ്ടാവും. ഞങ്ങളെ സംബന്ധിച്ച് വളരെ വേദനയോടുകൂടി തന്നെയാണ് ഈ പറയപ്പെട്ട രക്ഷിതാക്കളുടെ എല്ലാം മുമ്പിൽ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമായി ചർച്ചയിലിരിക്കുന്നത്. കാരണം കേരളത്തിലൊരു ക്യാമ്പസിൽ, ഒരു നഴ്സിംഗ് കോളേജിൽ ഇത്രയും ദയനീയം, ആ ദൃശ്യത്തെക്കുറിച്ച് താങ്കളിവിടെ തുടക്കത്തിൽ സൂചിപ്പിച്ചു. ഒരു പക്ഷേ സിദ്ധാർത്ഥൻ്റെ വിഷയത്തിൽ ദൃശ്യങ്ങൾ പുറത്തു വരാത്തതുകൊണ്ടാണ്. അവിടെ എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച് നമുക്ക് കേട്ടറിവുകൾ മാത്രമാണ്. അതിൻ്റെ ഭീകരത ഇപ്പോൾ ഇവിടെ ദൃശ്യത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മുമ്പിലുണ്ട്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും അതിൽ തെറ്റുപറ്റി എന്ന് പറയുമ്പോഴും പൂർണ്ണമായി ഞങ്ങളിതിൻ്റെ പൂർവ്വകാല പശ്ചാത്തലവും ഈ പറഞ്ഞ നേതാവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ പൂർവ്വകാല പശ്ചാത്തലം ഗണിച്ചു നോക്കാൻ ഞങ്ങൾക്ക് അറിയില്ലല്ലോ എന്ന് പറയുന്ന ദയനീയ സ്ഥിതിയിലേക്ക് ഈ സംഘടനാ നേതാക്കൾ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളതിൻ്റെ രാഷ്ട്രീയത്തിലേക്ക് കടക്കാനുള്ള കാരണം ഈ ക്രിമിനലിനെ, ഈ കൊടും ക്രിമിനലിനെ വാർത്തെടുത്തതിൽ SFIയുടെ പങ്കാണ്. അതങ്ങനെ തള്ളിക്കളഞ്ഞ് മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് കഴിയില്ല. എന്ത് രാഷ്ട്രീയം പറയുന്നു എന്ന് പറഞ്ഞാലും ഇങ്ങനെയുള്ള ആളുകളെയല്ല വിദ്യാർത്ഥി സംഘടനകൾ വാർത്തെടുക്കേണ്ടത്. ഈ പറയപ്പെട്ട മഹാനുണ്ടല്ലോ, ഈ കേസിലെ രണ്ടാം പ്രതി, ഈ തോന്നിവാസങ്ങളുടെ എല്ലാം ചുക്കാൻ പിടിക്കുന്ന ആള്, അദ്ദേഹം ആരായിരുന്നു ഹാഷ്മി? SFIയുടെ ലോക്കൽ കമ്മിറ്റി അംഗം, SFIയുടെ ലോക്കൽ സെക്രട്ടറി, SFIയുടെ ഏരിയ കമ്മിറ്റി അംഗം, SFIയുടെ മലപ്പുറം ജില്ലാ സമ്മേളനം, മറ്റു സമ്മേളനങ്ങൾ, സംസ്ഥാന സമ്മേളനങ്ങൾ ഉൾപ്പെടെ മുഴുവൻ വേദികളിലെയും സ്ഥിരമായ സാന്നിധ്യം. അവിടെയെല്ലാം ഈ പറഞ്ഞ SFIയുടെ കൊടി പിടിച്ച് നിൽക്കുന്ന അവിടെ ഈ പ്രതിയുടെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ പറഞ്ഞതുപോലെ കോംറേഡ്, സഖാവ് എന്ന അഭിമാനം കൊള്ളുന്ന ഇപ്പോഴും അതുപോലെ നിലനിൽക്കുന്നു. ഇവരെല്ലാം ഈ CPM നേതാക്കന്മാരുടെ, DYFI നേതാക്കളുടെ, സംസ്ഥാന പ്രസിഡന്റ് വസീഫിന്റെ, മറ്റ് MLA മാരുടെ എല്ലാം കൂടെ നിന്ന് തോളോട് തോൾ ചേർന്ന് ഫോട്ടോ എടുക്കാൻ സ്വാതന്ത്ര്യമുള്ള, വ്യക്തിബന്ധമുള്ള, സ്വാധീനമുള്ള, അങ്ങനെ എല്ലാ തരത്തിലും ആ സംഘടനയിലേക്ക് വലിച്ചെടുക്കേണ്ട കാര്യമുണ്ടോ ഞാൻ ചോദിക്കുന്നത്. കാര്യം ഇത് ഏത് സംഘടന ആയിക്കോട്ടെ, നിങ്ങളുടെ സംഘടന ആയിക്കോട്ടെ, SFI ആയിക്കോട്ടെ, മറ്റേത് വിദ്യാർത്ഥി സംഘടന ആയിക്കോട്ടെ, ഇത് ഞാൻ പറഞ്ഞു ഈ ചെയ്യുന്ന പണി എന്താണ് കൊടും കുറ്റവാളികൾക്കല്ലാതെ ചെയ്യാൻ പറ്റുന്ന പണിയാണോ? ഏതെങ്കിലും സംഘടനയുടെ ബലമുണ്ട് എന്ന് വെച്ചേക്കൂ, അല്ലെങ്കിൽ ആ സംഘടനയുടെ തിണ്ണബലം ഉണ്ടെന്ന് വെച്ചേക്കൂ, ആരുടെയെങ്കിലും ജനനേന്ദ്രിയത്തിൽ കൊണ്ട് ഡമ്പൽ തൂക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ കരയുന്നവന്റെ വായിലേക്ക് ലോഷം കൊടുക്കാൻ പറ്റുമോ? പറഞ്ഞ ലക്ഷ്മണ പെരുമാൾ ഉൾപ്പെടെയുള്ള ആളുകൾ അല്ല, അതെ, അത് എന്തുകൊണ്ടാണ് ഈ രക്ഷിതാക്കളൊക്കെ, ഇപ്പൊ സിദ്ധാർത്ഥന്റെ മാതാപിതാക്കൾ ഇവിടെ ഉണ്ടല്ലോ, അവരെല്ലാം ആശങ്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഈ പറഞ്ഞ ഈ SFI നേതാവിന് ഇത് ചെയ്യാനുള്ള ധൈര്യം കിട്ടുന്നത്? അവരുടെ മുമ്പിൽ പ്രത്യക്ഷമായ ഉദാഹരണങ്ങൾ നിൽക്കുകയാണ്. എന്തൊക്കെ തോന്നിവാസങ്ങൾ കാണിച്ചാലും അവർക്കൊന്നും ഒരു കൂസലുമില്ല, അവരൊന്നും ഒരു പ്രശ്നത്തിനും മുമ്പിൽ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. തൽക്കാലം കേസുണ്ടാകും, അതും ഈ പറഞ്ഞ പോലീസിന്റെ ഒത്താശയോടുകൂടി. CPM നേതാക്കന്മാർ സിദ്ധാർത്ഥന്റെ വിഷയം ഉണ്ടായപ്പോൾ കോടതിയിലാണ് CPM നേതാക്കന്മാർ പോയത്. അവിടെ ഒന്നും എത്തിയില്ല, ഒരു നടപടിയുമില്ല. അവരെ പഠനം തുടരാൻ അനുവദിക്കുന്നു, അവർക്കെതിരെ ഒരു മറ്റു നടപടികളും ഉണ്ടാകുന്നില്ല. ഡീബാർ ചെയ്തിട്ടും പരീക്ഷ എഴുതാനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നു. ഭരണ സംവിധാനവും സർവകലാശാലകളും മറ്റു സംവിധാനവും എല്ലാം പാർട്ടിയുമെല്ലാം ഇവരുടെ കൂടെ എന്ത് തോന്നിവാസം കാണിച്ചാലും കൂടെ നിൽക്കുമെന്ന ആ പിൻബലം തന്നെയാണ് ഈ കൊടും ക്രൂരതയ്ക്ക് ഈ SFI എന്ന് പറയുന്ന വർഗത്തിൻ്റെ തന്നെ ഒരു പൊതു സ്വഭാവമാണ്. ഞാനത് അടച്ചാക്ഷേപിക്കുന്നതിൻ്റെ ഭാഗമായി പറയുന്നില്ല. കാരണം ഞങ്ങൾ ഈ ഹാഷ്മി തന്നെ എത്രയെത്ര ചർച്ചകൾ സിദ്ധാർത്ഥന്റെ വിഷയത്തിൽ, കാര്യവട്ടം ക്യാമ്പസിലെ വിഷയത്തിൽ, അങ്ങനെ എത്രയെത്ര വിഷയത്തിൽ ഈ പറയുന്ന ഒരു തെമ്മാടിക്കൂട്ടത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള ചർച്ചകൾ നമ്മൾ നടത്തേണ്ടി വന്നു. അവിടെ എല്ലാം എടുത്ത FIRകൾ ഇന്ന് കേവലം കടലാസിന്റെ വില പോലും ഇല്ലാതെ പോലീസ് സ്റ്റേഷനുകളിലും കോടതികളിലും കിടക്കുമ്പോൾ അതിൽ പ്രതികളായിട്ടുള്ള SFI നേതാക്കന്മാർ വിവിധ തരത്തിൽ ഏരിയ മുതൽ ജില്ല മുതൽ സംസ്ഥാനം വരെയുള്ള നേതാക്കന്മാർ ഇങ്ങനെ ഒരു പ്രശ്നവുമില്ലാതെ, കൂസലുമില്ലാതെ, പോലീസ് പിടിക്കാതെ, വാറണ്ട് കേസിലെ പ്രതികളായി പിടിക്കാതെ, ഒരു തരത്തിലുള്ള അച്ചടക്ക നടപടിയുമില്ലാതെ അവരിങ്ങനെ വിലസ് നടക്കുമ്പോൾ എവിടെയാണ് നന്നാവുക?